Good morning. Today we are going to start our studies with plastics. Plastic can be classified into two categories: thermosetting plastics and thermoplastics. പ്ലാസ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും തെർമോപ്ലാസ്റ്റിക് എന്നും. Thermosetting plastics. Plastic become set on heating and cannot be remolded on further heating. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഒരിക്കൽ ഹീറ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ വീണ്ടും അത് ഹീറ്റ് ചെയ്ത് റീമോൾഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഒരിക്കൽ ചൂടാക്കി ഒരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ഷേപ്പാക്കി കഴിഞ്ഞാൽ അതിനെ വീണ്ടും റീമോൾഡ് ചെയ്ത് മറ്റൊരു രൂപമാക്കാൻ സാധിക്കത്തില്ല. അത്തരം പ്ലാസ്റ്റിക്കിനെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ: ബേക്കലൈറ്റ്, മെലാമിൻ. ബേക്കലൈറ്റും മെലാമിനുമാണ് എക്സാമ്പിൾ. ദേ ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഹാൻഡിൽസ് ഓഫ് യൂട്ടൻസിൽസ് ആൻഡ് ക്യാബിനറ്റ്സ് ഓഫ് ടെലിവിഷൻ. അത്തരം പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് ടെലിവിഷൻ്റെ ക്യാബിനറ്റ്സ് ഉണ്ടാക്കാനും പാത്രങ്ങളുടെ ഹാൻഡിലുകൾ ഉണ്ടാക്കാനും ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് തെർമോപ്ലാസ്റ്റിക്സ്. ദിസ് പ്ലാസ്റ്റിക് ക്യാൻ ബി റീമോൾഡഡ് ഓൺ ഹീറ്റിംഗ്. ഈ പ്ലാസ്റ്റിക് നമുക്ക് ഹീറ്റ് ചെയ്ത് റീമോൾഡ് ചെയ്യാൻ സാധിക്കുന്നു. ഹീറ്റ് ചെയ്ത് വീണ്ടും മറ്റൊരു രൂപത്തിലാക്കാൻ ഒരിക്കൽ ഉണ്ടാക്കി ഒരു വസ്തു ഉണ്ടാക്കി, ഒരു രൂപം ഉണ്ടാക്കി, അതിനുശേഷം അതിനെ വീണ്ടും ചൂടാക്കി വീണ്ടും മറ്റൊരു രൂപത്തിലാക്കാൻ സാധിക്കും. അത്തരം പ്ലാസ്റ്റിക്കിനെ തെർമോപ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു. ദേ ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് കേബിൾസ് ഫോർ ടെലഫോൺസ്, ഇലക്ട്രിക് വയറിങ്സ്, പ്ലാസ്റ്റിക് പൈപ്സ്, polythene bags. Okay, so they are used for making cables, telephone cables, plastic pipes, polythene bags, etc. Okay, we studied about two type of plastics: thermosetting plastics and thermoplastics. Thermosetting plastic cannot be remolded into new shape on further heating. Okay, but thermoplastic can be remolded on heating. In the first diagram you can see thermoplastic. Second diagram you can see thermosetting plastics. Paints, enamels and dyes. Paints are thick, colorful chemical liquids that are made up of fine particles of zinc, magnesium and aluminum salt suspended in a solvent. Paints are thick, colorful chemical liquids. Paint എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കെമിക്കൽ ലിക്വിഡാണ്. ഇറ്റ്സ് എ കെമിക്കൽ ലിക്വിഡ്. നേച്ചർ ഇസ് തിക്ക് ആൻഡ് കളർഫുൾ that are made up of fine particles of zinc, magnesium and aluminum. മൂന്ന് പാർട്ടിക്കിൾസ്: സിങ്ക്, മഗ്നീഷ്യം, അലൂമിനിയം. ദറ്റ് സോൾട്ട് ആർ സസ്പെൻഡഡ് ഇൻ എ സോൾവെൻറ്റ്. ഓക്കെ, ഇത് സൊല്യൂട്ടാണ്. ആ സൊല്യൂട്ട് സിങ്ക് സൊല്യൂട്ട്, മഗ്നീഷ്യം സൊല്യൂട്ട് ആൻഡ് അലൂമിനിയം സൊല്യൂട്ട്. ദിസ് സോൾട്ട്, അലൂമിനിയം സോൾട്ട്, മഗ്നീഷ്യം സോൾട്ട് ആൻഡ് zinc salt are suspended in a solvent, that is paint. Okay, paint are chemical liquids that are made up of fine particles of zinc, magnesium and aluminum salt suspended in a solvent. ഈ സിങ്ക് സോൾട്ടും അലൂമിനിയം സോൾട്ടും മഗ്നീഷ്യം സോൾട്ടും ഒരു സോൾവെൻറ്റിൽ സസ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കെമിക്കൽ ലിക്വിഡിൻ്റെ പേരാണ് പെയിൻറ്റ്സ്. Depending on the types of solvent, paint may be water-based or oil-based. Paints are two types: water-based paint and oil-based paint. Okay, depending on the type of solvent,
We already discussed that the paint is a chemical liquid that is some chemical substance like zinc, magnesium and aluminum salt are suspended in a solvent. ആ സോൾവെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് പെയിൻറ്റ് വാട്ടർ ബേസ്ഡ് ആകാം, ഓയിൽ ബേസ്ഡ് ആകാം. ഓക്കെ, വാട്ടർ ബേസ്ഡ് പെയിൻറ്റ് ഈസ് ദർ, ഓയിൽ ബേസ്ഡ് പെയിൻറ്റ് ഈസ് ദർ. ദ കോമൺ വൈറ്റ് പെയിൻറ്റ് ഈസ് സിങ്ക് ഓക്സൈഡ്. നമ്മൾ സാധാരണ കാണുന്ന വൈറ്റ് പെയിൻറ്റ് സിങ്ക് ഓക്സൈഡാണ്, സിങ്ക് ഓക്സൈഡ്. ഇറ്റ്സ് യൂസ്ഡ് ഇൻ കോസ്മെറ്റിക് ഇൻഡസ്ട്രി. കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ടാകുന്ന ഇൻഡസ്ട്രിയിൽ ഈ സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഇൻ പ്ലാസ്റ്റിക്സ്, റബ്ബർ, സോപ്പ് ആൻഡ് ഇങ്ക്. പ്ലാസ്റ്റിക്കിൻ്റെ, റബ്ബറിൻ്റെ, സോപ്പിൻ്റെ, ഇങ്കിൻ്റെ പ്രൊഡക്ഷന് ഈ സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. പെയിൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ പ്രിവെൻറ്റിംഗ് റസ്റ്റിംഗ് ഓഫ് അയൺ. സാധാരണ പെയിൻറ്റുകൾ അയൺ തുരുമ്പെടുക്കുന്നത്, അതായത് ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുവാൻ, അതിനെ തടയുവാൻ നമ്മൾ പെയിൻറ്റ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, പെയിൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ പ്രിവെൻറ്റിംഗ് റസ്റ്റിംഗ് ഓഫ് അയൺ. Buildings are painted to prevent decay due to moisture and growth of microorganisms. ഇവിടെ കെട്ടിടങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യാറുണ്ട് മോയ്സ്ചർ വരുന്നത് തടയാൻ, മൈക്രോ ഓർഗാനിസംസ് അതിൻ്റെ വളർച്ച തടയാൻ നമ്മൾ തന്നെ ചെയ്യുന്നു. കെട്ടിടങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു. ഓക്കെ, what is paints? Paint is a chemical liquid that are made up of fine particles of zinc, magnesium and aluminum salt suspended in a solvent. Depending on type of solvent used, we can divide the paint into water-based paint and oil-based paint. Enamels are organic oil paints that are derived from plant resin. ഇനാമൽസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഓയിൽ പെയിൻറ്റ്സ് ആണ്. അത് ഉണ്ടാക്കുന്നത് റെസിൻ എന്ന പ്ലാന്റിൽ നിന്ന്. They may or may not contain zinc and aluminum. We already discussed that paint contains 3 organic salt: zinc salt, magnesium salt, aluminum salt. Enamels may or may not contain zinc and aluminum. They are used to paint household articles such as pots, refrigerators and stoves. Enamels are organic oil paints that are derived from plant resin. Okay. Enamels are organic oil paints that are derived from plant resin. They are used to paint household articles such as pot, refrigerators, stove, etc. Next, dyes. Dyes are colorful organic substance that may be obtained from plants or prepared synthetically. Dyes are colorful organic substance that may be obtained from plants or prepared synthetically. പ്ലാന്റിൽ നിന്ന് ലഭിക്കാം, അതല്ലെങ്കിൽ സിന്തറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഡൈസ് എന്ന് പറഞ്ഞാൽ കളർഫുൾ ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. കളർഫുൾ ആയിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത്. ദേ മേ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ഓർ പ്രിപ്പയർഡ് സിന്തറ്റിക്കലി, സിന്തറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാം. Alsarin red and indigo blue are examples of dyes. Alizarin red and indigo blue are the examples of dyes. Dyes are used in textile industry. Dyes are used in textile industry to impart color to the clothes.
ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ ക്ലോത്തിന് കളർ കൊടുക്കാൻ വേണ്ടി ഡൈസ് ഉപയോഗിക്കുന്നു. സിന്തറ്റിക് ഡൈസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ കളറിങ് ഹെയർ ആൻഡ് സ്കിൻ. സിന്തറ്റിക് ഡൈസ് ഹെയറിന് കളർ കൊടുക്കാൻ, സ്കിന്നിന് കളർ കൊടുക്കാനൊക്കെ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡൈസ് ആർ യൂസ്ഡ് ഫോർ ഗിവിങ് കളർ ഫോർ ദ ക്ലോത്ത്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗിവിങ് കളർ ഫോർ ഹെയർ ആൻഡ് സ്കിൻ. നമുക്കറിയാം ഇപ്പോൾ ഡൈസൊക്കെ, ഹെയർ ഡൈസൊക്കെ ഒത്തിരി ധാരാളം ഉപയോഗിക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, പല ബ്രാൻഡുകളൊക്കെ അറിയാം. അതുപോലെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കളർഫുള്ളാണ്. അതെല്ലാം ഈ ഡൈ ചെയ്യുന്നത് കൊണ്ടാണ്. വൈറ്റ് ക്ലോത്താണ്, അത് ഡൈ ചെയ്യുന്നത് കൊണ്ടാണ് കളർഫുൾ ക്ലോത്ത്സ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഡൈസ് ആർ കളർഫുൾ ഓർഗാനിക് സബ്സ്റ്റൻസ്. കളർഫുള്ളായിട്ട് ഓർഗാനിക് സബ്സ്റ്റൻസ് ആൻഡ് ഡൈസ് ദേ മേ ഓർ മേ നോട്ട് ബി ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റിൽ നിന്ന് ലഭിക്കാം, ഓർ ദേ ക്യാൻ പ്രിപ്പയർ സിന്തറ്റിക്കായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യാം. ഇൻഡിഗോ ഹാസ് ബീൻ ദ ഓൾഡസ്റ്റ് നാച്ചുറൽ ഡൈ വിത്ത് എ ഡിസ്റ്റിങ്ക്റ്റ് കളർ ഇൻ യൂസ്. നമ്മൾ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന ഡൈകളിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഡൈ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഡിഗോ എന്നുള്ള ഡൈ ആണ്. ടർമറിക്, സാഫ്രൻ, ബീട്രൂട്ട്, സ്ട്രോബെറീസ്, റെഡ് ക്യാബേജസ് ആൻഡ് സ്പിനാഷ് ആർ ദ സം നാച്ചുറൽ ഫുഡ് ഡൈസ്. ഈ മുകളിൽ പറയുന്ന എല്ലാ ഫുഡ് ഡൈസ് ആണ്. ടർമറിക്, സാഫ്രൻ, ബീട്രൂട്ട്, സ്ട്രോബെറി, റെഡ് ക്യാബേജസ്, സ്പിനാഷ് ആർ സം നാച്ചുറൽ ഫുഡ് ഡൈസ്. നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് ഡൈസ്. സിന്തറ്റിക് ഡൈസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് ഡൈസാണ് ടർമറിക്, സാഫ്രൻ, ബീട്രൂട്ട്, സ്ട്രോബെറീസ്, റെഡ് ക്യാബേജസ് ആൻഡ് സ്പിനാഷ്.